ശക്തമായിട്ട് ആക്ഷൻ എടുത്താണെങ്കിൽ ഇപ്പം അച്ഛനുണ്ടാവുമായിരുന്നു. പറിച്ചു പോലുമില്ല. അമ്മ മരിച്ചു കിടക്കുമ്പോഴേ അവർ എല്ലാം റെഡിയാക്കാം, ഇനി ഒന്നും എന്നോട് ഇതാക്കാന്ന് പറയും. ഇപ്പം എല്ലാം പോയില്ല. പോലീസ് തന്നെയാണ്. അവർ ഒരു ആക്ഷൻ എടുത്താണെങ്കിൽ അച്ഛനും ഇവിടെ ഉണ്ടാവില്ല. 2 പോലീസുകാർ വന്നിട്ട് അയാളിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അത്രേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അതേപോലെ തന്നെ വന്നു. ഞാൻ അച്ഛൻ എപ്പോൾ വരുമ്പോഴും ഞാൻ അച്ഛൻ്റെ കൂടെ പോണതാണ്. ഇന്നലെ ഈ ഞായറാഴ്ച പോയിട്ടില്ല. ഞാനും പോയതാണെങ്കിൽ ഇതന്നെയല്ല എൻ്റെ അവസ്ഥ. ജീവൻ കൊടുത്ത അമ്മയുടെ ചോരയിൽ പുതഞ്ഞ അനക്കമറ്റ ശരീരം കണ്ട് വർഷമഞ്ച് പൂർത്തിയാകുമ്പോഴേക്കും അതേ വീട്ടിൽ അതേ കൊലയാളിയുടെ വടിവാൾ തലപ്പിൽ അച്ഛനും അച്ചമ്മയും വെണ്ണീറായ വേദനയിൽ താങ്ങും തണലും പോയില്ലേ, ഞങ്ങൾക്കിനി ആരാ എന്ന് 2 പെൺകുഞ്ഞുങ്ങളുടെ തീക്കണ്ണീരിൽ ആ സാധുക്കളുടെ നിലവിളിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ എന്ന ആത്മപുച്ഛത്തിൽ അസ്വസ്ഥമാക്കുന്ന നെന്മാറ വാർത്തകൾക്ക് ചോരച്ചുവയാണ്. പാലക്കാട്ടിൽ പെരുമഴയിൽ ഇടിവെട്ടിയങ്ങ് മരിച്ചുപോയവരല്ല. 2 തവണയായി 3 സാധുക്കളെ ഒരു മനുഷ്യമൃഗം വിരട്ടി വേട്ടയാടി വെട്ടിയിട്ടതാണ്. നരഭോജി ജാമ്യത്തിലിറങ്ങി അന്നു മുതൽ പ്രാണൻ കയ്യിൽ പിടിച്ച് പേടിച്ച് ജീവിച്ചവരാണ്. രാഷ്ട്രീയ ശക്തിയില്ലാത്തവരാണ്, ആൾബലമില്ലാത്തവരാണ്, പാവങ്ങളാണ്. അങ്ങേയറ്റം വാവിട്ട് കരഞ്ഞു കണ്ണീര് പറ്റിയ പെൺകുട്ടികളുടെ കാഴ്ചയിൽ നമ്മുടെയൊക്കെ പെങ്ങന്മാരുടെ പെൺകുഞ്ഞുങ്ങളുടെ മുഖമോർമ്മ വരുന്നില്ലേ? അഖില പറയലാണ്, അയൽവക്കത്ത് ആ കൊലയാളി വന്നതു മുതൽ അമ്മയുടെ ചോര വീണ ആ വീട്ടിലേക്ക് അച്ഛൻ പോകുമ്പോഴൊക്കെ ഞാൻ കൂട്ടുപോകാറുണ്ട്. ആയുഷ്കാലത്തേക്ക് അമ്മയോർമ്മയുടെ ആഘാതത്തിൽ പിതാവിന് കാവലായി ദുർബലമായ കൈകൾ കൊണ്ട് അവൾ അച്ഛനെ ചേർത്ത് പിടിച്ചെങ്കിൽ ആ കൗമാരക്കാർ ഹൃദയാഴത്തിൽ പേറി നടന്ന പേടി എത്ര ഭയാനകമാണ്. ആ മുടിഞ്ഞ വെറിയൻ കൊലയാളി കത്തിരാകുന്ന ഭീതിയിൽ അഖില അച്ഛനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയതാണ്. ഏമാനെ പേടിയാണ്, ഞങ്ങളെ പാതി അനാഥമാക്കി ഒരുത്തൻ കട്ട്രോട്ട് കൊലയാളി വ്യവസ്ഥകൾ ലംഘിച്ച് അടുത്തു വന്ന് താമസമാണ്, വീട്ടിൽ കിടത്തുറങ്ങാൻ നിവൃത്തിയില്ല സാറേ, കാക്കണം. എന്നിട്ടും അഖിലയും അതുലയും അച്ഛനമ്മ നഷ്ടത്തിൽ അനാഥരായി പെരുവഴിയിൽ നിൽപ്പാണെങ്കിൽ ഉത്തരവാദി സംവിധാനങ്ങളെ സർക്കാരെ നിങ്ങളാണ്. അന്ന് കൂപ്പിയ കൈ പുറങ്കാലിനടിച്ച് ചോരക്കൊതിയൻ ചെന്താമനെ വിളിച്ചങ്ങ് തലോടി വിട്ടതിന് അനന്തരഫലമാണ് ഇന്ന് കേട്ട കൂട്ടക്കരച്ചിൽ. ഇന്നു കണ്ട പട്ടട കുറ്റവാളിയാണ്. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ പകമൂത്തൊരുത്തനാണ്. സ്വന്തം ഭാര്യയെ ജോലിസ്ഥലം മുതൽ വീട് വരെ വഴിനീളം അറഞ്ഞു തല്ലിയ ഒരുത്തനാണ്. ഓങ്ങിയ വടിവാളിൽ ജീവൻ കൊണ്ടോട് രക്ഷപ്പെട്ട സ്ത്രീയാണ്. ഒരു വീട്ടമ്മയെ വെട്ടിക്കൊന്ന് മനസ്താപം തീണ്ടാത്ത ജാമ്യത്തിൽ ഇറങ്ങിയവനാണ്. നിരീക്ഷിക്കാൻ ആളില്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം എന്തിനാ? കൂടിയിരുന്ന് വട്ടം കൂടി തായം കളിക്കാനോ? നെഞ്ചിൽ കൈവച്ച് പറയണം പോലീസെ, അഖിലയുടെ സ്ഥാനത്ത് ഒരു കോടീശ്വര പുത്രി ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ സന്താനങ്ങളാണെങ്കിൽ ഇങ്ങനെ കാട്ടുമായിരുന്നോ നിങ്ങൾ ഈ മര്യാദഘട്ട മന്ദത? ഞങ്ങളുടെ നികുതി പണത്തിന്റെ പങ്കിൽ ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ, ലാത്തിയും തൊപ്പി മാറ്റിവെച്ച കോട്ട മൈതാനിയിൽ പോയി പഠിക്കണം, ബേസിക് ട്രെയിനിങ് കഴിയില്ലെങ്കിൽ ആ യൂണിഫോം ഊരി പോത്തുണ്ടി പുഴയിലെറിഞ്ഞ് വേറെ വല്ല പണിക്കുമ്പോ ജീവനും സ്വത്തിനും കാവൽ കൊടുക്കേണ്ട സംവിധാനങ്ങളെ പഞ്ചായത്തിലടക്കം നേരത്തെ അറിയിച്ചിട്ടും ഒരു പെൺകുട്ടി പേടിച്ച് തറം പറ്റിയെങ്കിൽ, അഖിലയും അതുല്യയും അനാഥരായെങ്കിൽ ആ പാതകജന്മം അന്ധവിശ്വാസി ചെന്താമരയുടെ പുഴുത്ത കൈകളിൽ മാത്രമല്ല കട്ടച്ചോര കാക്കി പോലീസെ, ആഭ്യന്തര വകുപ്പെ നിങ്ങളുടെ നെഞ്ചത്താണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ, അഡ്വക്കേറ്റ് CP പ്രമോദ്, അഡ്വക്കേറ്റ് BN അസ്കർ, ജോർജ് ജോസഫ്, മധുര നാട്ടുകാരി, ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിന്റെ ബന്ധു അടക്കമുള്ളവർ ചേരുന്നു. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് CP പ്രമോദിലേക്ക് പോവുകയാണ്. CP പ്രമോദ്, ഇപ്പോൾ ഈ SHOയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ട് വിലപ്പെട്ട ജീവൻ നഷ്ടത്തിന് ഈ സസ്പെൻഷൻ കൊണ്ട് പരിഹാരമായോ? തീർച്ചയായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ചില പ്രയോഗങ്ങളോട് യോജിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോത്തുണ്ടിയിലെ ഈ അതിദാരുണമായ ഒരു കൊലപാതകം നമ്മളെല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ ദുഃഖം എന്ന് പറയുന്നത് വിവരണാതീതമാണ്. അപ്പൊ ആ കാര്യത്തിൽ തീർച്ചയായും പൊതുമനസാക്ഷിയോടൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കേണ്ടത്. ഇവിടെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ കേസിന്റെ ഒരു നാൾവഴികൾ കൂടി ഇതിനകത്ത് പറയണമെന്ന ഒരു ഉദ്ദേശം എനിക്കുണ്ട്. നമ്മുടെ ഈ ആദ്യത്തെ കൊലപാതകം നടന്നത് സജിതയുടെ കൊലപാതകം നടന്നത് 31/8/2019 ആ കൊലപാതകം നടന്ന് ചിന്താമരയുടെ ഭാര്യയുടെ കൊലപാതകം നടന്ന് 3 ദിവസം കൊണ്ട് 2/9 തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പ്രതി കസ്റ്റഡിയിലാവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അക്കാലത്ത് പോലീസിന്റെ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുകയും 90 ദിവസത്തിനകം ജാമ്യം, അതായത് ഫൈനൽ റിപ്പോർട്ട് ചാർജ് ഷീറ്റ് കൊടുത്താൽ പിന്നെ ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാത്ത വിധം എല്ലാ പഴുതുകളും അടച്ച് 26/11/2019 അതായത് 90 ദിവസത്തിനകത്ത് തന്നെ കൃത്യമായി ചാർജ് ഷീറ്റ് കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും കോടതിയിൽ ട്രയലിന് എടുക്കണം. അതാണ് ഇതിന്റെ രീതി. അപ്പൊ വിചാരണ പൂർത്തീകരിച്ച് പ്രതിയെ ശിക്ഷിച്ച് പ്രതിയെ മാതൃകാപരമായി ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ പിന്നെ പ്രതിക്ക് ജാമ്യം കിട്ടുകയോ പരോൾ കിട്ടുകയോ പുറത്തിറങ്ങുകയോ സമീപകാലത്തൊന്നും ചെയ്യാനാവില്ല.
പക്ഷെ ഇവിടെ സംഭവിച്ചത് പ്രതി അനന്തമായി തന്നെ അണ്ടർ ട്രയൽ പ്രിസണറായിട്ട് തുടരുന്ന ഒരവസ്ഥയുണ്ടായി. ഏതാണ്ട് 2.5 കൊല്ലം 32 മാസം കഴിഞ്ഞതിന് ശേഷം പ്രതിക്ക് വേണ്ടി ഒരു ജാമ്യാപേക്ഷ വരികയാണ്. ജാമ്യക്കാരി വരുന്നു, അഭിഭാഷകൻ വരുന്നു, ജാമ്യാപേക്ഷ കോടതിയിൽ കൊടുക്കുന്നു. ആ അപേക്ഷ കോടതി ആദ്യത്തെ പിന്നെ ജാമ്യാപേക്ഷ പരിഗണിച്ചത് 24/5/2022 അതായത് 32 മാസം കഴിഞ്ഞിട്ടാണ് ആ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അപ്പൊ അന്ന് കോടതി പറഞ്ഞു ചില കണ്ടീഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്തു. 1,00,000 രൂപയുടെ ജാമ്യക്കാർ വേണം, അതിന്റെ ജാമ്യ ചീട്ട് ഡോക്യുമെന്റ് തന്നെ സബ്മിറ്റ് ചെയ്യണം. നെമ്മാറ ടൗൺ നെമ്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏതാണ്ട് 4 പഞ്ചായത്ത് വരും പ്രദേശത്തെ, ആ പരിധിയിൽ ഈ പ്രതി പ്രവേശിക്കരുത്, സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടരുത്, അങ്ങനെ പല കണ്ടീഷൻസും അതിനകത്ത് ഉണ്ടായി. പക്ഷെ കോടതി ഈ ഉത്തരവിൽ സവിശേഷമായ ഒരു പരാമർശം തന്നെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉത്തരവ് നോക്കിയാൽ നമുക്കറിയാം. അതിൽ പറയുന്നത് ചാർജ് ഷീറ്റെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ടെങ്കിലും സമയബന്ധിതമായി വിചാരണ പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കോടതിക്കുണ്ട്. കാരണം പെൻഡൻസി ഉണ്ട്, അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഒരു ക്രിമിനൽ ട്രയലിന്റെ കേസിൽ ഒരു അന്വേഷണം നടത്തിയ ഒരു സംഭവം ഉണ്ടായി, ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. പോലീസ് എത്തി, പോലീസിന്റെ വീഴ്ചകളില്ലാത്ത പഴുതടത്തിൽ അന്വേഷണം നടന്നു. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പോലീസ്, പ്രോസിക്യൂഷൻ, ലോ ആൻഡ് ഓർഡർ എല്ലാം പരിപാലിക്കപ്പെട്ടു. പിന്നെ അങ്ങനെ ചെയ്യും എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തുനിന്ന്. പക്ഷെ ബാക്കിയുള്ള ചുമതല ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് വേണ്ടതാണ്. പക്ഷേ കോടതി ഉത്തരവിൽ തന്നെ ഉറപ്പായും അഡ്വക്കേറ്റ് പ്രമോദ്, ജുഡീഷ്യറിക്ക് അതിൽ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നതിന് യാതൊരു മടിയുമില്ല. കാര്യം ഈ പറയുന്ന പ്രോസിക്യൂഷൻ എതിർത്തിട്ടും ജാമ്യവ്യവസ്ഥയിൽ അടക്കം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടും അത് സംഭവിച്ചു, ദൗർഭാഗ്യകരം. പക്ഷെ അതിനുശേഷം ഇയാൾ ഇറങ്ങുന്നു. അഡ്വക്കേറ്റ് പ്രമോദ്, ഇത്തരത്തിൽ ഒരു കൊടും കുറ്റവാളി ഇറങ്ങുമ്പോൾ അയാൾക്ക് പിന്നിൽ പോലീസിന്റെ ഇപ്പം ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ ചെറിയ കേസുകളിൽ പോലീസിന്റെ കണ്ണുണ്ടാവാറില്ലേ? മയക്കുമരുന്ന് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങുന്നവർക്ക് പിന്നിൽ പോലീസ് കണ്ണുണ്ടാവാറില്ലേ? ഇയാൾക്ക് പിന്നിൽ ഉറപ്പായും പോലീസിന്റെ, അതിനാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം. അതുണ്ടായില്ല. ഒന്ന് ഉണ്ടാവാത്തടത്ത് ഈ പറയുന്ന അഖില അച്ഛനെയും കൂട്ടി പറഞ്ഞു ഇത് വലിയ പ്രശ്നമാണ്, എൻ്റെ വീടിനടുത്ത് താമസിക്കുകയാണ്, ഇയാളിങ്ങനെ കൊല്ലുമെന്ന് പലരോടും പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഈ പോലീസുകാർ ഇയാളുടെ വീട്ടിൽ പോയില്ലേ? വീട്ടിൽ പോകുമ്പോൾ എന്താ കാണുന്നത്? ജാമ്യവ്യവസ്ഥ ലംഘിച്ച ആ പഞ്ചായത്തിൽ അയാളുടെ വീട്ടിൽ ഇയാളുണ്ട്. എന്നിട്ടും അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ അയാളെ പറഞ്ഞു വിട്ടിട്ട് രണ്ടുപേരെ വെട്ടിക്കൊന്നെങ്കിൽ അതിന് ഉത്തരവാദി യഥാർത്ഥത്തിൽ ആരാണ് അഡ്വക്കേറ്റ് പ്രമോദ്? തീർച്ചയായും ആ വിഷയത്തെ തന്നെയാണ് ചർച്ച ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ചും നെമ്മാറ രണ്ടാമത് ബെയിൽ കണ്ടീഷൻ വീണ്ടും റിലാക്സ് ചെയ്തു 2023. അപ്പോൾ നെമ്മാറ ടൗൺ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ എന്നതിന് പകരം 4 പഞ്ചായത്ത് ഒഴിവാക്കി അതിന്റെ നെമ്മാറ പഞ്ചായത്തിനകത്ത് പ്രവേശിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ പ്രതി ഈ മരിച്ചയാളുടെ വീടിന്റെ അടുത്ത് തന്നെ നമ്മൾ താമസമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പൊ ഈ സാഹചര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് പോലീസ് ഗൗരവത്തിലെടുത്തു എന്നാണ് ആദ്യം മനസ്സിലായത്. പക്ഷേ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ചില ലാഗ് ഉണ്ടായിട്ടുണ്ട് കാര്യത്തിൽ. അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നറിയില്ല. കാരണം കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് പോലും അത്തരം ഒരു പരാതി വന്നതായിട്ട്, ഒരു മാസം മുമ്പാണ് പോലും അത്തരം ഒരു പരാതി വന്നത്. അപ്പൊ പ്രതി അവിടെയുണ്ട്, പ്രതി ശരി, ഞാൻ എത്താം പറഞ്ഞ ചെറിയ എന്തോ ചില സാങ്കേതിക ഞാൻ അങ്ങനെ എത്താം. ജോർജ് ജോസഫ്, ഇവിടെ ഇന്നലെ 10 മണിക്ക് ഞാൻ ബ്രേക്കിംഗ് വാർത്തകൾ വായിച്ചുകൊണ്ടിരുന്നു. വന്ന വാർത്തയാണ്, 10 മണിക്കുണ്ടായ കൊലപാതകമാണ്. നേരം പൂർത്തിയായത് ആ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആവാൻ പോകുന്നു. ഇപ്പോഴും അബ്സല്യൂട്ട്ലി പോലീസ് ക്ലൂലെസ് ആണ് ഇയാൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ. എന്താണ് ഈ പോലീസ് പട്ടി ഓടി കുളത്തിന് അവിടെ വരെ പോയി. അപ്പോൾ സ്കൂബ സംഘം ഇറങ്ങിയ അവിടെ കുളത്തിൽ നോക്കുന്നു. ഇയാൾ മലയുടെ മുകളിലോട്ട് കയറിപ്പോയിട്ടുന്ന ആരോ പറഞ്ഞു. ഉടനെ പോലീസ് മലയുടെ മുകളിലോട്ട് പോകുന്നു എന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സൂചന പോലീസിന് ഈ സമയം വരെയും ഇല്ല. ഒരാളെ വെട്ടിക്കൊന്ന് ജാമ്യത്തിലിറങ്ങി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് 2 പേരെ കൂടി വെട്ടിക്കൊന്ന പ്രതി ഇപ്പോഴും നമ്മുടെ ഈ സംവിധാനങ്ങൾ അത്രയും വലവിരിച്ച് പരമാവധി ശ്രമിക്കുമ്പോഴും എങ്ങനെയാണ് ഇയാൾക്ക് ഇപ്പോഴും പോലീസിനെ കാണാമറയത്ത് തുടരാൻ പറ്റുന്നത്? ജോർജ് ജോസഫ്. ഇന്നലെ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. കേരളത്തെ നടുക്കിയ ആ കുട്ടികളുടെ കരച്ചിൽ വളരെ സങ്കടകരമായിട്ട് നമുക്ക് ഇപ്പോഴും കേൾക്കാൻ കഴിയുന്നുള്ളൂ. ഇതിനെന്താണ് ഒരു പ്രതിവിധി? കാരണം പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന് എല്ലാവരും പറയുന്നു, ശരിയാണ്. ഇപ്പോൾ ആ SHOയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ മാത്രമല്ല, ഗ്രേവ് ക്രൈമാണ് അത് DYSP SP ആണ് അത് സൂപ്പർവൈസ് ചെയ്യേണ്ടത്. ഇവിടെ അവർ രണ്ടുപേരും എന്ത് ചെയ്യുകയാണ്? താഴെയുള്ള SHOയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടാൽ അവരെ രണ്ടുപേരെ അത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റുന്ന സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. കാരണം ഒരു കൊലപാതകം കഴിഞ്ഞ് അയാളെ അവിടെ യഥേഷ്ടം കൊടുവാൾ കൊണ്ട് ആ വീടിൻ്റെ പരിസരത്ത് കഴിഞ്ഞ 2 മാസമായിട്ടുണ്ടായിരുന്നു ഇവനെ. ആ കൊല്ലും എന്ന് പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിട്ട് കൊടുവാളുമായിട്ട് നടക്കുന്നവനെതിരായിട്ട് SHO ചെയ്തില്ലെങ്കിൽ DYSP SP എന്താണ് ചെയ്യേണ്ടത്? ഇവർക്ക് എന്താണ് അവിടെ പണി? അതുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്താൽ ഒക്കില്ല, അവരെ 3 പേരെ സസ്പെൻഡ് ചെയ്ത് അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഗ്രേവ് ക്രൈമാണ്.
ആ ഗ്രേവ് ക്രൈമിലെ പ്രതി ആ വീടിൻ്റെ മുന്നിൽ കൊടുവാളുമായിട്ട് നടക്കുന്നെന്നുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടിയ ഇൻ്റലിജൻസ് അത് അവരെ അറിയിക്കണ്ടേ? അല്ലെ അവർ രണ്ടുപേരും അതിന് നടപടിയെടുക്കണ്ടേ? അവർ ചെയ്തില്ലല്ലോ. പിന്നെ നമ്മൾ ഈ SHO മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത്? സൂപ്പർവൈസറി ലാപ്സസ് 2 പേരെ ഉണ്ടായി, അതവർ അതുകൊണ്ട് അതിലൂടെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഒരു കുടുംബം മുഴുവൻ അനാഥമായില്ലേ? അമ്മയെ കൊന്ന് നിന്ന കേസിനകത്ത് ഇപ്പോൾ ആ കൊച്ചിൻ്റെ പിതാവിനെ വല്യമ്മയും കൊന്നു കളഞ്ഞു. ഇത് കേരളത്തിൽ കേട്ടിട്ടില്ല. നമ്മൾ ഞടുങ്ങിയിരിക്കുകയാണ്. പോലീസ് നിശേഷം പരാജയപ്പെട്ടിട്ട് പോലീസിനെ അടച്ചാക്ഷേപിക്കുകയല്ല, കഴിവില്ലാത്തവരാണത്. ഇതിനകത്ത് ഇനിയും പല കാര്യങ്ങളും പോലീസ് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇയാൾ ആ കുടുംബം മുഴുവൻ നശിപ്പിക്കാനുള്ളൊരു സൈക്കിക്കായിട്ട് മാറിയിരിക്കുകയാണ്. അമ്മയെ കൊന്നു, അപ്പനെ കൊന്നു, വല്യമ്മയെ കൊന്നു. ഈ കുട്ടികളുടെ ജീവൻ അപകടത്തിൽ തന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. ഇവൻ എവിടാണ്? പോലീസിന് ഒരു ഐഡിയ ഇല്ല. പോലീസിന് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലെ കോൾ ഡീറ്റെയിൽസ് വെച്ച് ലൊക്കേറ്റ് അല്ലെ CCTV ദൃശ്യം വേണം. അല്ലാത്ത അന്വേഷണമൊന്നും പോലീസിന് അറിയില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവൻ എവിടാണ്? ഇവൻ എവിടെയുണ്ട്? അവിടെ ഇവിടെ കണ്ടു, ബാംഗ്ലൂർ കണ്ടു, തിരുവമ്പാടി കണ്ടു, അല്ലെങ്കിൽ മലയെ കയറി, ഇതൊക്കെ പറച്ചിലല്ലേ ഉള്ളൂ. ഇയാളെ കസ്റ്റഡി എടുത്തില്ലെങ്കിൽ ആ കുട്ടികളുടെ ജീവനാണ് ഇനി നോക്കേണ്ടത്. പോലീസ് ശ്രദ്ധിക്കേണ്ടതും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആ കുട്ടികൾക്കാണ്. അത് ആ കുട്ടിക്കും ആ ഭയമുണ്ട്. അത് ഈ അമ്മയെ കൊന്ന ശേഷം ആ കുട്ടിയുടെ അമ്മയുടെ വീട്ടിലാണ് പോയി താമസിക്കുന്നത്. എന്തൊരു രാജ്യമാണ് നമ്മുടെ ഇവിടെ! കാരണം അത് പോലീസ് കൃത്യമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് നമുക്കിതിന് സമാധാനം പറയാൻ ഒക്കില്ല. ആ കൊച്ചുങ്ങളെ ഗവൺമെൻറ് ദയവായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് മാത്രമല്ല സംരക്ഷിക്കുകയും ചെയ്യണം. അതുങ്ങൾക്ക് 2 പേർക്കും അടിയന്തരമായിട്ട് 18 വയസ്സ് തികയുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ അതിന് 2 പേർക്കും ജോലി കൊടുത്ത് ഒരു വരുമാനം ഉണ്ടാക്കണം. അനാഥരായി കളഞ്ഞ ആ കുടുംബത്തെ പോലീസാണെന്നാണ് ഞാൻ പറയുന്നത്. ശരി. MLA ചോദിക്കുന്നത് കേട്ടു, ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ പെട്ടവർക്ക് നമ്മൾ ജോലി കൊടുക്കാറുണ്ട്, അവിടെ ഉറപ്പ് പറ്റാൻ പറ്റില്ല. ഇതുപോലുള്ള കുറ്റകൃത്യമല്ല, ഇത് കൃത്യമായി സംവിധാനങ്ങളുടെ പിഴവിൽ, സംവിധാനങ്ങളുടെ കണ്ണിന്റെ കീഴിൽ നടന്ന കൊലപാതകമാണ്. സംവിധാനമാണ് ഉത്തരവാദി. ആ കുഞ്ഞുങ്ങളെ നോക്കുക ഉത്തരവാദിത്തം സംവിധാനങ്ങൾക്കും സർക്കാരിനും ഉണർത്താം. സാർ, ശ്രീ പരമേശ്വരൻ, ഇവിടെ ഇയാളുടെ ഹിറ്റ് ലിസ്റ്റ് ഇനിയും ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അതിലൊരാളുടെ പേര് ഉഷ എന്നുള്ളതാണ്. ഇയാൾ എന്താണ്? ഇയാൾ ഭ്രാന്തനെന്നും പറഞ്ഞ് അയാളെ ഒഴിവാക്കണ്ട. ഇയാൾ അടിമുടി പകമൂത്ത ഒരു ഹിംസജന്തുവായ നടപ്പാണ്. ഇപ്പോഴും അയാളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല. ഈ രാത്രി ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് ആ വീട്ടിൽ സമാധാനമായി ഉറങ്ങാൻ പറ്റുമോ ഇയാളെ പിടിക്കുന്നില്ലെങ്കിൽ? ശ്രീ പരമേശ്വരൻ. ഉറങ്ങാൻ പറ്റില്ല. ഇപ്പോഴും വീട് മാറിയിട്ട താമസം. എനിക്ക് താങ്കളുടെ ഭാര്യയോട് ഇയാൾക്ക് പകയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? എൻ്റെ ഭാര്യനോട് പകയുണ്ട്. എൻ്റെ ഭാര്യ തന്നെയാണ് ആദ്യം കൊല്ലാൻ വിചാരിച്ചത്. അപ്പം ഞാൻ ഈ വണ്ടിയിൽ നിന്ന് വിട്ടിട്ട് ആട്ടോ കൊടുത്തിട്ട് വീട്ടിൽ ഒതുങ്ങിയപ്പോൾ പിന്നെ വരാൻ പറ്റില്ല അവന്. ഒരാണുണ്ടല്ലോ, അതുകൊണ്ടാണ് പക മാറിയിട്ട് വന്ന് 5 പേരെ കൊല്ലാനാണ് ശ്രമിച്ചത്. ഇത് 2 കിട്ടിയുള്ളൂ. പരമേശ്വരൻ, ഇയാൾ ഒന്നാം തരം ക്രിമിനലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇയാളെ കുളത്തിറങ്ങി കുളിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കുളിക്കുന്നത്. വീട്ടിലൊരു വിഷക്കുപ്പി പാതിയാക്കി വെച്ചത് എന്താ പറയുക? പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാ. അപ്പോൾ ഇയാൾ അങ്ങനെ ആത്മഹത്യ ചെയ്ത് എവിടെയെങ്കിലും തൂങ്ങുമെന്ന് വിചാരിക്കണ്ട. ഇയാൾ ആ താങ്കൾ തന്നെ പറയുന്നുണ്ട് ഇയാളുടെ കയ്യിൽ വേറൊരു കൊടുവാളുണ്ട്, എന്തോ വെള്ളി കെട്ടിയ കൊടുവാളോ. ആ കൊടുവാളുമായി അയാൾ കാത്തിരിപ്പുണ്ടാകും. അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവൻ്റെ മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ള എന്താ അറിയോ? എത്ര എണ്ണത്തിന് കൊന്നാലും ഒരു കേസാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പം എന്ത് ചെയ്യും? ഒന്ന് കൊന്നാലും 5 കൊന്നാലും ഒരു കേസാണല്ലോ. പരമേശ്വരൻ, ഇവിടെ ഈ സംഭവം ഉണ്ടായി നിങ്ങൾ പോലീസിനെ വിളിക്കുന്നുണ്ട് അല്ലേ? എന്തായിരുന്നു പോലീസിന്റെ മറുപടി? പോലീസിനെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചപ്പോൾ പോലീസുകാർ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആംബുലൻസ് അയച്ചില്ല. പിന്നെ മകള് പോയി പറഞ്ഞിട്ടാണ് ആംബുലൻസ് അയച്ചത്. അയക്കുമ്പോൾ ഈ സ്ത്രീക്ക് ജീവനുണ്ടായിരുന്നു. ആംബുലൻസിൽ കയറ്റിയപ്പോൾ സ്ത്രീ പോയി. ജീവനുണ്ടെങ്കിൽ ജീവിക്കില്ല. എന്താ കാരണം? അന്മാരിപ്പെട്ട വെട്ടിയത്. അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇയാളൊരു പ്രൊഫഷണൽ ആരാച്ചാരാണ്. എങ്ങനെയൊക്കെ വെട്ടിയാൽ കൊല്ലപ്പെടുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം, അല്ലേ ശ്രീ പരമേശ്വരൻ? ആദ്യം മറ്റേ 4 വർഷത്തിന് മുന്നേ വെട്ടിയതും ആ സ്ത്രീനെ ശരിക്കും പിടിച്ച് കഴുത്തിന് മുറിച്ച് കഷ്ണമാക്കി. അതേ ലെവലിലാണ് ഇവനെയും വെട്ടിയത്.
ഇവൻ്റെ അമ്മനെ വെട്ടിയതും കഴുത്ത് മുറിഞ്ഞു. അവൻ പരമേശ്വരൻ പരമേശ്വരൻ ഇയാൾക്ക് ഈ നിറയെ മുടിയുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് ഇയാളുടെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യയെ ഉപദ്രവിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ ഇയാളുടെ ഭാര്യ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, ഡബിൾ മേക്കാരിയാണ്, അധ്യാപികയാണ് അത് സ്കൂളിൽ. ആ സ്കൂളിൽ നിന്ന് അവരുടെ ജോലിയും കളഞ്ഞ് ആ സ്കൂൾ മുതൽ വീട് വരെ ഇയാൾ വഴിനീളം അടിച്ചു എന്ന് പറയുകയാണ്. വടിവാളെടുത്ത് കൊല്ലാൻ, ആ സ്ത്രീയെ കൊല്ലാൻ ഓങ്ങി അവർ ജീവനം കൊണ്ട് ഉയരെടുത്ത് രക്ഷപ്പെട്ടു പോയതാണ്. ഇത്തരത്തിലുള്ള ഇയാളുടെ കുടുംബം ഇല്ലാതാക്കാൻ ഇടപെട്ട നിങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ വൃത്തികെട്ട ജോലിസൻ ആരാണ് ശ്രീ പരമേശ്വരൻ? അതേതോ ജോത്സ്യനാവും പലവിടെയും പോയിട്ട് അത് നമ്മളിപ്പോൾ അയാളെ പറഞ്ഞു കൊടുത്ത ആളെ മരിച്ചു, അയാൾ മരിച്ചു പോയി. അപ്പോൾ ഇവനപ്പോൾ എന്താ കണക്ക് കൂട്ടിനറിയോ, എൻ്റെ ഭാര്യനെ ഈ 5-6 പെണ്ണുങ്ങളും കൂടിയിട്ട് പറഞ്ഞിട്ടാണ് എൻ്റെ നിന്ന് ഒഴിവായി പോയത്. എന്നിട്ട് ഒരു വിഷമമാണ്, ഇപ്പോൾ ഒരു പകയാണത്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സുഖമായിട്ടിരിക്കുമ്പോഴും ആ സ്ത്രീ എന്നും അടിയും തല്ലും ഓട്ടവും ചാട്ടവും തന്നെ, എപ്പോഴും ഭയങ്കര ഉപദ്രവമാണ്. മകളുണ്ട്, മകളും വീട്ടിലിരിക്കില്ല. വീട്ടിലിരിക്കാണ്ട് പലവടെയും കൂടെ പഠിക്കാൻ വിട്ടാണ് അങ്ങനെ രക്ഷപ്പെട്ടത്. ഇയാൾ ഈ നാട്ടിൽ മുഴുവൻ പറയുന്നുണ്ടോ പരമേശ്വരൻ? ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഇപ്പോൾ പറയുന്നുണ്ട് 2 പേരെ കൊന്നു, ഇനി ആൾക്കാരെ കൊല്ലാണെന്ന് സെക്യൂരിറ്റി പറയുന്നു. അപ്പൊ നാട്ടിൽ മുഴുവൻ ഇയാളിങ്ങനെ പറഞ്ഞു നടപ്പാണ്, ഞാൻ ഇന്ന ആൾക്കാരെ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കാണ് ഇയാൾ അല്ലേ? നാട്ടിലും പറയുന്നുണ്ട്, ജയിലിലും പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ 3-4 പേര് കൊന്നിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതേ വിചാരത്തിൽ തന്നെ നടക്കണ്ടേ. ഇതിപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ പോകണ്ടല്ലോ, റോട്ടിൽ കൂടെ കടയ്ക്ക് പോവുകയാണെങ്കിൽ അവൻ കത്തിയും കൈ വെച്ചിട്ട് എനിക്ക് ഒരു 2-3 പേരെയും കൂടി തീർക്കണം, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടക്കും. അത്രയും അവൻ ഇപ്പം എല്ലാവരും വെളിയിൽ പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യും പറഞ്ഞിട്ടാണ്. ഞാൻ എത്താം. ശ്രീ അഡ്വക്കേറ്റ് ഹസ്കർ, ഇവിടെ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു ക്രിമിനൽ, സീസൺഡ് ക്രിമിനലാണ്. അയാൾ കത്തി രാഗി മൂർച്ച കൂട്ടി ഞാൻ ഇനിയും ആൾക്കാരെ കൊല്ലുമോ നാട് നീളെ പറഞ്ഞു നടക്കുന്ന ആളാണ്. എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു അമ്മയെ കൊന്ന ഒരാൾ വീട്ടിനടുത്ത് താമസിക്കുകയാണെന്ന് ഈ അഖില പോയി പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് അവിടെ പോയി കണ്ടപ്പോഴത്തേക്ക് ഇയാൾ പോലീസ് തമാശയ്ക്ക് ചോദിച്ചോന്നാണ്, സാറേ ഞാൻ ഡ്രസ്സ് എടുക്കണോ എന്ന് ചോദിച്ചോന്നാണ്. എന്തോ ഇവിടെ ഹോൾഡാ പോകുന്ന പോലെ, ഡ്രസ്സൊന്നും എടുക്കണ്ട നീ വാ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരുന്നു. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കയറാൻ കൂട്ടാക്കുന്നില്ല. എന്തോ സിംഹൻ, ഇപ്പോൾ സസ്പെൻഷനായ സിംഹൻ ഉണ്ടല്ലോ, സിംഹൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇയാളോട് അങ്ങോട്ട് പോയി സംസാരിച്ച് അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ തമിഴ്നാട്ടിലോട്ട് പൊക്കോളാം, എന്തോ കച്ചവടം ചെയ്തു, ഓക്കെ നീ തമിഴ്നാട്ടിൽ പോയി നല്ലതായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടതിന് ശേഷവും ഇയാൾ അവിടെ തുടർന്ന് പൂണ്ട് വളയാടി, എന്നിട്ട് 2 പേരെ കൊന്നു. ഈ പോലീസിന് മാപ്പുണ്ടോ ഹസ്കർ? ഹഷ്മി, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും ഇടതുവിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കൊണ്ട് ഏതോ തരത്തിലുള്ള മനോനില തെറ്റുകയോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അച്ചാരം വാങ്ങി ഇത്തരം വാർത്തകൾ, ഇന്നൊരു പ്രമുഖ മാധ്യമ സ്ഥാപനം കൊടുത്ത വാർത്ത എന്താണെന്ന് അറിയുമോ? കൊന്നില്ലേ പോലീസ് എന്ന ഇത്തരം തലക്കെട്ട് കൊടുക്കുന്നത് വഴി കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന വലിയ ഗുരുതരമായിട്ടുള്ള സംശയത്തിന്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിൽ ഇൻസെൻസിറ്റീവ് വർത്താനമാണ് പറയുന്നത്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ആരാണ്? അത് സംവിധാനമാണ് അല്ലേ? ഹസ്കർ ആലോചിച്ച് നോക്കൂ, ഒരു CPM നേതാവിന്റെ മക്കളാണെങ്കിൽ, ഒരു കോൺഗ്രസ് നേതാവിന്റെ മക്കളാണെങ്കിൽ, ഒരു BJP നേതാവിന്റെ മക്കളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ പോലീസ് ഈ മര്യാദയോട് കാണിക്കുമോ? ഈ കല്ലിന് കാറ്റ് പിടിച്ചവർ ഇരിക്കുമോ അവർ? ഹാഷ്മി, ഏതൊരു സാധാരണ മനുഷ്യനും ലഭിക്കേണ്ട സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആ നെന്മാറ SHO ആയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്, കേരള പോലീസ് ആക്ടിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ജഡ്ജ്മെൻറ്റിൽ പറ്റിപ്പോയിട്ടുള്ള പാകപ്പിഴ, ജാഗ്രത കുറവ്, തെറ്റ് അല്ലെങ്കിൽ അക്ഷന്തവ്യമായിട്ടുള്ള അപരാധം, ആ അപരാധം മൂലം ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ പേരിൽ ആ ജാമ്യം റദ്ദാക്കുന്നതിന് അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ളതൊഴികെ ഏതു ഘട്ടത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ? ഒരു കൊടും കുറ്റവാളിയുടെ മനോനില വായിക്കുന്നതിന്
കേരള പോലീസ് പരാജയപ്പെട്ടു എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള കൊടും കുറ്റവാളിയുടെ മനോനില വായിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. ശ്രീ ഹസ്കർ, ഈ പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളുടെ വീട്ടിൽ കിടക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ അമ്മയെ കൊന്ന് ഒരുത്തൻ അപ്പുറത്ത് കിടക്കുകയാണ്, മാത്രമല്ല അയാൾ ഈ കത്തിക്ക് മൂർച്ച കൂട്ടി നാട്ടുകാരോട് മൊത്തം ഇനി കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുകയാണ് എന്ന് പോലീസോട് പറഞ്ഞിട്ട് പോലീസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ആരുടെ പിഴവാണ്? കോടതിയുടെ പിഴവാണോ? പോലീസിന്റെ പിഴവാണോ? ഹസ്കർ, തൂക്കിയാകത്തിരട്ടെ അയാളെ. ഒരു നിമിഷം, അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ശാസ്ത്ര ലോകത്തിന് ഇന്നു വരെ ഒരു മനുഷ്യന്റെയും മനോനില അളക്കുന്നതിനുള്ള ഒരു ശാസ്ത്ര ലോകവും സൈക്കോളജിയും വിട്, ശാസ്ത്രലോകവും സൈക്കോളജിയും വിട്. ഒരു നിമിഷം, ഒരു മരിച്ച ഒരു അമ്മയുടെ മകൾ അച്ഛനെ സ്റ്റേഷനിൽ പോയി പറയുന്നു, ഈ എൻ്റെ അമ്മയുടെ കൊലയാളി കത്തിക്ക് മൂർച്ച കൂട്ടി നടക്കുകയാണ്, ഇനിയും കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, സാറെ കാക്കണേ എന്ന് പറയുമ്പോഴേക്ക് എന്താ പോലീസ് ചെയ്യണ്ടേ? അയാളെ കാപ്പയുമുത്തി ആത്തുണ്ടേ സാറേ? ഹാഷ്മി, 2019 ഈ കേസിൽ ഒരു സുജാത എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെടുന്നു. ആ കേസിൽ പ്രതിയാക്കപ്പെടുന്ന ചെന്താമരയെ അറസ്റ്റ് ചെയ്യുന്നു. 90 ദിവസത്തിനുള്ളിൽ ഒരു കാരണവശാൽ സ്വാഭാവിക ജാമ്യം പോലും ലഭിക്കരുത് എന്ന ഉദ്ദേശത്തോടെ 90 ദിവസത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നു. 2022 വരെ ജാമ്യം ലഭിക്കുന്നതിന് എല്ലാ ജാമ്യ അപേക്ഷകളിലെയും പോലീസ് എതിർക്കുന്നു. 2022 ജാമ്യം ലഭിച്ചതിന് ശേഷം ജാമ്യ വ്യവസ്ഥയിൽ കർശന ഉപാധികളോടെ ജാമ്യം നൽകുന്നു. ആ നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ കയറുന്നത് 2023 നെന്മാറ പഞ്ചായത്തിലേക്ക് ചുരുക്കപ്പെടുകയും അയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെന്ന് അവിടെ കേരള പോലീസിന് പെശക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകാരം വിറ്റ്നസ് പ്രൊട്ടക്ഷൻ എന്താണ് അബദ്ധം പറ്റിയത്? ജാമ്യ വ്യവസ്ഥ ലംഘിച്ച കാര്യത്തിലൊന്നും ചെയ്തില്ല, ചെറിയ പിഴവാണ്. ആ പിഴവിന്റെ വിലയാണ് 2 ജീവൻ. ഞാൻ എത്താം ഹസ്കർ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ശ്രീ ഹസ്കർ പറയുകയായിരുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തോ ഇടതുവിരുദ്ധ മനോനില ആണ് എന്ന് പറയുകയായിരുന്നു. എന്താണ് കൊന്നില്ലേ പോലീസ് എന്ന് ഏതോ മാധ്യമം എഴുതി. ശരി, മാധ്യമ വിമർശനമൊക്കെ നല്ല കാര്യമാണ്, അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് പ്രകാരം തിരുത്താനും ഇവിടെ പ്രശ്നം അതാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളവിടെ പോയവരാണ്, അവരെയൊക്കെ കണ്ടവരാണ്. ആ പെങ്കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ? അവർ ചോദിക്കുകയാണ്, പോലീസ് വേണ്ട വിധത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അമ്മയ്ക്ക് പിന്നെ ഞങ്ങൾക്ക് അച്ഛനെ നഷ്ടമാകുമായിരുന്നോ, അച്ഛമ്മയെ നഷ്ടമാകുമായിരുന്നോ, ഞങ്ങളിങ്ങനെ അനാഥമാകുമായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് സംവിധാനമല്ലേ രാഹുൽ? ശ്രീ ഹാഷ്മി, എൻ്റെ സുഹൃത്ത് ശ്രീ ഹസ്കറിൻ്റെ പ്രതികരണം ഞാൻ കേൾക്കുകയായിരുന്നു. ശ്രീ ഹസ്കറിനോട് ഉള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 2 ദിവസമായി നിർത്താതെ കരഞ്ഞ് തളർന്ന് കലങ്ങിയ കണ്ണുമായി 2 പെൺകുട്ടികൾ, അഖിലയും അതുല്യയും, അവരിങ്ങനെ നിർത്താതെ ശാപവാക്കുകൾ പറയുന്നുണ്ട്. നിലവിലത് കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെയും ഒക്കെ തലയിലാണ് ഇടുത്തിയായി വീണുകൊണ്ടിരിക്കുന്നത്. ദയവ് ഇത് ഇത്തരത്തിൽ നിന്ദ്യമായ വാക്കുകൾ പറഞ്ഞ് അവരുടെ ശാപവാക്കിന് താങ്കൾ കൂടി ഇരയാകരുതെന്നുള്ള സ്നേഹത്തോടെയുള്ള ഒരു സുഹൃത്ത് എന്ന നിലയിലുള്ള അഭ്യർത്ഥന അങ്ങയുടെ മുന്നിലേക്ക് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് അതിപ്പം ശ്രീ ഹസ്കറിനെ പോലെ കടുത്ത ഇടതുപക്ഷവാദിയായ ഒരു വ്യക്തി പോലും, കടുത്ത CPM-നോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ആ CI വരെ തള്ളിപ്പറയേണ്ടി വരികയാണ്. ശരി, ഹസ്കർ തള്ളിപ്പറയുന്ന CI, അദ്ദേഹം കേരള പോലീസിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണല്ലോ. CIയുടെ വീഴ്ചകളെ പറ്റി ശ്രീ ഹസ്കർ അതുവരെയെങ്കിലും അങ്ങ് സമ്മതിക്കുന്നുണ്ടല്ലോ. CIക്ക് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനകത്ത് വീഴ്ച വന്നു, അങ്ങ് കുറേ സാങ്കേതികമായ നിയമപരമായ പദങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് ഇൻ്റലിജൻസ് ഉണ്ടായില്ല എന്നൊക്കെ. അതെല്ലാം അവിടെ നിൽക്കട്ടെ ശ്രീ ഹസ്കർ, അതെല്ലാം CIയുടെ മുകളിൽ അങ്ങ് ചാർത്തുന്ന ചാർജ്. അതിനേക്കാൾ കടുത്ത ചാർജുകൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കൊലക്കേസിലെ പ്രതി, ആ കൊലക്കേസിലെ പ്രതിക്ക് നിങ്ങൾ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെടാൻ നിന്നു കൊടുത്തു. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്, പോലീസ് നിന്നു കൊടുത്തു പരാജയപ്പെടുവാൻ. ജാമ്യ വ്യവസ്ഥകൾ നിർത്തുന്ന കാര്യത്തിൽ കേരള പോലീസിന് ജാമ്യ വ്യവസ്ഥ കർശനമാക്കണമെങ്കിൽ നന്നായി വെക്കാൻ അറിയാം ശ്രീ ഹാഷ്മി. ഞാനതിൻ്റെ ഉദാഹരണമാണ്. ഞാൻ ശ്രീ ഹാഷ്മിയുടെ അറിവിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ടുള്ള ഒരാളാണോ? എൻ്റെ പേരിലുള്ള ആകെ കേസുകൾ ഈ നാട്ടിൽ സമരം നടത്തിയ കേസുകളാണ്. ഈ നാട്ടിലെ പെൻഷൻ കിട്ടാത്ത അമ്മമാർക്ക് പെൻഷൻ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് എന്നോട് തിരുവനന്തപുരം ജില്ലയിൽ കയറാൻ പാടില്ല എന്ന നിർദ്ദേശവുമായി കേരള പോലീസ് പോയല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ 3 പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ, അതായത് തിരുവനന്തപുരത്തെ നഗരഹൃദയത്തിനകത്ത് എനിക്ക് കയറാൻ കഴിയില്ല എന്ന കണ്ടീഷൻ വെക്കാൻ ഈ കേരള പോലീസിന് കഴിഞ്ഞല്ലോ. ഇനിയും ഞാൻ വിദേശത്ത് പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യിക്കാൻ ഈ കേരള പോലീസിന് കഴിഞ്ഞല്ലോ. ഒരു സമരം ചെയ്ത എന്നോട് പ്രതികാര ബുദ്ധിയോടെ ഈ 3 കണ്ടീഷനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നല്ല ശുഷ്കാന്തിയുള്ള കേരള പോലീസിന് ഒരമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിനകത്തെ കൊലയാളിക്ക് എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിന്റെ പരിധി മാത്രമായി പോകുന്നത് ശ്രീ ഹാഷ്മി? അപ്പൊ ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെയ്ത സമരമാണോ, ചെന്താമരൻ കൊന്ന കൊലപാതകമാണോ വലിയ ഇന്റൻസിറ്റി ഉള്ള ക്രൈം കേരള പോലീസിന് മുന്നിൽ? ഇവർ പരാജയപ്പെട്ടതാണ്.
അതുകൊണ്ടാണ് നെന്മാറ അസംബ്ലി എന്ന മൊത്തത്തിലുള്ള കണ്ടീഷൻ പോലും വെക്കാൻ കഴിയാതെ നെന്മാറ പഞ്ചായത്തിൽ മാത്രം ചെന്താമരം കയറാൻ പാടില്ല എന്ന കണ്ടീഷൻ വെച്ചത്. ഇനി അതും പോകട്ടെ, ആ കണ്ടീഷനെങ്കിലും വെച്ചല്ലോ. ആ കണ്ടീഷൻ വെച്ചിട്ട് ശ്രീ ഹാഷ്മി എന്താ സംഭവിച്ചത്? ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവരുടെ പിതാവിൻ്റെ വീടിനോട് 10 മീറ്റർ പോലും, ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ നിഖിൽ പ്രമേഷിനോടൊപ്പം ഉണ്ട്, അദ്ദേഹമൊക്കെ ആ വീട്ടിൽ പോയതാണ്, 10 മീറ്റർ പോലും ദൂരവ്യത്യാസമില്ലാതെ ഏതൊരു സാധാരണക്കാരനും നഗ്നനേത്രം കൊണ്ട് കാണുവാൻ പറ്റുന്ന രീതിയിൽ സ്വതന്ത്രമായി അവിടെ ജീവിക്കുകയാണ്. ആര്? ഈ ചെന്താമരൻ. എന്താ അത്? വയലേഷൻ ഓഫ് ബെയിൽ കണ്ടീഷൻ അല്ലേ? ഇനി ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്താലും കേരള പോലീസിന് ആക്ട് ചെയ്യാൻ അറിയാമല്ലോ. ഞാൻ എൻ്റെ വ്യക്തിപരമായ അടുത്ത ഉദാഹരണം പറയാം. ശ്രീ PK ഫിറോസ്, അങ്ങേക്കും എനിക്കും അറിയുന്ന ഒരു പൊതുപ്രവർത്തകൻ, എന്നോടൊപ്പം സമരം ചെയ്തതിൻ്റെ പേരിൽ ശ്രീ PK ഫിറോസിനും ഈ ജാമ്യ കണ്ടീഷനുകളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സംഘടനാപരമായ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് വിദേശത്ത് പോകേണ്ടി വന്നു. വിദേശത്ത് പോയി 2 ദിവസം നാട്ടിലെത്താൻ വൈകിയതിൻ്റെ പേരിൽ ശ്രീ PK ഫിറോസ് ആണെന്ന് ആലോചിക്കണം, ചെന്താമരനല്ല. ആ PK ഫിറോസിൻ്റെ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു, അതുകൊണ്ട് ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞു പോകാൻ കേരള പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം പടയായിട്ട് തിരുവനന്തപുരത്ത് കോടതിയിലേക്ക് പോയല്ലോ ശ്രീ ഹാഷ്മി. ആ ഊർജ്ജസ്വലത എന്താ ചെന്താമരൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത? ഇനിയും ആ ചെന്താമരൻ അവിടെ താമസിക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, എന്ത് ചെയ്യുക നമ്മുടെ ഇന്റലിജൻസ്, എന്ത് ചെയ്യുക നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച്? ആ CIയുടെ മാത്രം ഉത്തരവാദിത്തമാണോ? ഇതുപോലെ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തൊരു ക്രിമിനൽ ജയിലിനകത്ത് പോലും ഒരു നല്ല ആളുകൾക്കില്ലാത്ത ഒരു കാര്യമില്ലോ. ഇവിടെ പോലീസ് വീട്ടിൽ വരുമ്പോൾ പോലീസ് വീട്ടിൽ വരുമ്പോൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് അല്ലല്ല, സ്വച്ഛന്തമായി പോലീസ് വീട്ടിൽ വരുമ്പോൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഇയാളെ അവിടെ വീട്ടിലിരിക്കുക, മനസ്സിലാവുന്ന വ്യവസ്ഥ ലംഘിച്ചിരിക്കുകയാണെന്ന് തൂക്കിയാത്തന പറ്റണ്ടേ? അപ്പോ അതാ പറഞ്ഞത്, സ്വച്ഛന്തമായി സ്വതന്ത്രമായി. അതാ ഞാൻ പറഞ്ഞത്, ആ CIയുടെ പേരിൽ മാത്രമാണ് ഉത്തരവാദിത്വമെങ്കിൽ ഒരു കൊലക്കേസിലെ പ്രതി സ്വച്ഛന്തമായി സ്വതന്ത്രമായി ആ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അയാളുടെ വീട്ടിൽ പട്ടാപ്പകൽ ഉൾപ്പെടെ ഇറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്റലിജൻസ് എന്ത് ചെയ്യുക, സ്പെഷ്യൽ ബ്രാഞ്ച് എന്ത് ചെയ്യുക? ഇനി ഇതെല്ലാം പോട്ടെ, ഈ കുഞ്ഞുങ്ങൾ അവിടെ ചെന്നില്ലേ ശ്രീ ഹാഷ്മി? ഈ കുഞ്ഞുങ്ങൾ അവിടെ ചെന്നിട്ട്, സിംഹൻ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര്, സിംഹമൊന്നും ആകേണ്ട സാധാരണ മനുഷ്യനായ മതി. ആ സിംഹൻ എന്ന് പറയുന്ന ആളോട് പോയി പരാതി പറഞ്ഞു. പരാതി പറയുമ്പോൾ ശ്രീ ഹാഷ്മി ഇതുവരെ പറയാത്തൊരു കാര്യം കൂടെ പറയാം. ആ നാട്ടിലെ 120 ആളുകൾ ഒപ്പിട്ട് കൊടുത്തൊരു പരാതി കൂടി ആ CIയുടെ ഇരിപ്പുണ്ട്. ഈ ചെന്താമരൻ എന്ന് പറയുന്ന ആള് നിരന്തരമായി ഇറങ്ങി ഭീഷണിപ്പെടുത്തുകയാണ്, അടിപിടി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ ആ നാട്ടിലെ 120 ആളുകൾ, ഈ കുടുംബം മാത്രമല്ല, ഒരു നാട്ടിലെ 120 ആളുകൾ കൊടുത്ത പരാതിയിൽ അടയിരുന്നു കൊണ്ടാണ് ആ സർക്കിൾ ഇൻസ്പെക്ടർ ചെന്താമരൻ വന്നിട്ട് പറഞ്ഞു സ്റ്റേഷനിലേക്ക് കയറില്ല. ഇന്ന് ഞാൻ ആ സ്റ്റേഷനിൽ പോയ ആളാ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുന്നു. പക്ഷേ സർക്കിൾ ഇൻസ്പെക്ടർ ചെന്താമരനോട് എന്താ ചെയ്തെന്ന് അറിയാമോ? ചെന്താമരനോട് പറഞ്ഞു ഞങ്ങൾ അകത്തേക്ക് വരണ്ട, ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ചെന്താമരനോട് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞ ആ പരാതിയുടെ പേരിൽ അപ്പോഴെങ്കിലും ആ ചെന്താമരന്റെ ബെയിൽ കണ്ടീഷൻ, നഗ്നമായ ബെയിൽ കണ്ടീഷൻ വയലേഷന്റെ പേരിൽ ബെയിൽ ക്യാൻസൽ ചെയ്ത് ജയിലിലാക്കിയിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവരുടെ അമ്മ നഷ്ടമായി ശ്രീ ഹാഷ്മി. അവർക്ക് അവശേഷിക്കുന്ന അവരുടെ ഏക ആശ്രയമായ ആ അച്ഛൻ നഷ്ടപ്പെടില്ലായിരുന്നു, അവരുടെ അച്ഛമ്മ നഷ്ടപ്പെടില്ലായിരുന്നു. ഇന്ന് ആ കുഞ്ഞുങ്ങൾ കരഞ്ഞോണ്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇന്നലെ ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൊല്ലപ്പെട്ടേനെ എന്നാ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്ത് മറുപടിയുള്ളത്? ഈ കൊലപാതകത്തിനകത്ത് ഏതെങ്കിലും ഒരു ചെന്താമരന്റെ ഉത്തരവാദി? ഈ കൊലപാതകം കൃത്യമായി കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ഞാൻ വേറൊരു വാർത്തയും പറയാം. ഇന്ന് വന്ന വാർത്ത എന്താ? ശ്രീ ഹസ്കർ അടക്കമുള്ള ആളുകൾ ഇനി ന്യായീകരിക്കുക. കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ സർക്കാർ കൊലയാളികൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷെറിന്റെ പ്രത്യേകത അറിയാമോ ശ്രീ ഹാഷ്മി? 1 വർഷത്തിലേറെ പരോള് കിട്ടിയത്. 1 വർഷത്തിലേറെയാണ് ഷെറിന് പരോള് കിട്ടിയത്. ബാംഗ്ലൂരിലെ IT കമ്പനി ജോലി ചെയ്തിട്ട് മക്കൾ നാട്ടിലേക്ക് വരുന്ന പോലെയാ ഷെറിൻ മാസാമാസം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൊലയാളികൾക്ക് ഇവർ കൊടുക്കുന്ന പ്രോത്സാഹനമാണ്. രാഷ്ട്രീയ കൊലപാതകത്തിലേക്കും കടന്നിട്ടില്ല, അത് പറയാൻ പോയാൽ വേറെ ഒരുപാട് പറയാനുണ്ട്, അതിലേക്കും കടക്കുന്നില്ല. പക്ഷെ കൊലയാളികൾക്ക് രാഷ്ട്രീയ താല്പര്യമില്ലാത്ത കേസുകളിൽ പോലും ഇവർക്ക് എന്താ ഇത്ര താല്പര്യം? കൊലയാളികളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഇവരുടെ പൊതുരാഷ്ട്രീയമായി മാറുന്നത് എങ്ങനെയാ ശ്രീ ഹാഷ്മി? അതുകൊണ്ടാണ് ഹസ്കർ പറഞ്ഞത് അടുത്ത പാദത്തിലെങ്കിലും അങ്ങ് ന്യായീകരിച്ച്, അങ്ങനെ സുഹൃത്താണ്, ആ അഖിലയുടെയും അതുല്യയുടെയും കണ്ണീരിന്റെ ശാപത്തിൽ അങ്ങുകൂടി പെടരുത് എന്ന് മാത്രമാണ് എനിക്ക് അങ്ങോട്ട് സ്നേഹത്തോടെ ശ്രീ ഹസ്കർ പറയാനുള്ളത്. ശ്രീ പ്രമോദ്, ഇവിടെ ഇത് നെന്മാറയിൽ മാത്രം ഉള്ള പ്രശ്നമാണോ? ഇപ്പം ഇവിടെ പറവൂരിനടുത്ത് ചേന്നമംഗലത്ത് ഒരുത്തൻ വീട്ടിൽ കയറി 3 പേരെ വെട്ടിക്കയറി കൊന്നു. ഒരാൾ ഇപ്പോഴും വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു. സെയിം ആണെന്നേ. ആദ്യം ഇവർ പോയി ആശങ്ക പോലീസിനോട് പറയുന്നു, പോലീസ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു, പോലീസ് ഇയാളെ വിരിച്ച് ഒത്തീർപ്പാക്കി വിടുകയാണ്. പിന്നെയും പരാതി കൊടുത്ത കാര്യം വീട്ടുകാർ ഇന്ന് പറയുന്നുണ്ട്, അതിൻ്റെ റെസിപ്റ്റ് അടക്കമുണ്ട്, അവർ കോടതിയിലേക്ക് അത് വെച്ച് പോകാൻ പോകുമെന്ന് പറയുകയാണ്. അന്ന് ഓർക്കണം, ഇയാൾ ഗുണ്ടാലിസ്റ്റുള്ള ആളാണ്, അയാളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ 1 അല്ല 3 ജീവൻ കാക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ അത് സംഭവിക്കുന്നുണ്ട്.
ഇത് പോലീസിന്റെ ഗുരുതരമായ വീഴ്ച, അനാസ്ഥ ഇതിലുണ്ട് എന്ന് സമ്മതിക്കണ്ടേ ശ്രീ പ്രമോദ്? അതില് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിന്റെ അയൽവാസി അടക്കം സൂചിപ്പിച്ചു. ഇതിൽ ഓരോ പ്രതികളുടെ മാനസികാവസ്ഥ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ വിചിത്രമാണ്. ഇതിലെ ഒരു ജ്യോത്സ്യന്റെ ഉപദേശപ്രകാരം അദ്ദേഹം ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോയ ഏതൊരു സ്ത്രീയാണ് അതിന്റെ പുറകിൽ എന്ന് പറഞ്ഞ് സ്ത്രീകൾ അന്വേഷണം നടക്കുന്ന രൂപമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. എറണാകുളത്ത് നടന്നത് മറ്റൊരു വിഷയമാണ്. അതില് ഡ്രഗ്സ് അടക്കമുള്ള വിഷയങ്ങൾ വന്നു നമ്മൾ കണ്ടു. അപ്പോ നിരവധിയായ സാഹചര്യങ്ങളിലാണ് ഇത് രൂപപ്പെടുന്നത്. ഏതായാലും ഈ വിഷയത്തില് പ്രാദേശികമായി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നു. ആ പോലീസ് സ്റ്റേഷനിലുള്ള പരാതിയിൽ അവരെന്ത് അന്വേഷിച്ചു, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് വീഴ്ച വരുത്തി എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഇതിന്റെ പഴയ ബെയിൽ ഉത്തരവെല്ലാം പരിശോധിക്കുകയായിരുന്നു. 2023 ജാമ്യാപേക്ഷ ഇളവ് ചെയ്ത് കിട്ടാനുള്ള അപേക്ഷയിൽ അന്ന് പ്രോസിക്യൂട്ടറും പോലീസും നെന്മാറ പോലീസും പറഞ്ഞത്, ഈ ഉദ്യോഗസ്ഥനാവില്ല വേറെ ഉദ്യോഗസ്ഥനായിരിക്കാം, അന്ന് പറഞ്ഞത് പ്രതി അവിടെ പരിസരത്ത് വരുന്നത് വലിയ രീതിയിലുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിന് ഇടയാക്കും എന്നാണ് അന്ന് ഒപ്പോസ് ചെയ്തത്. അപ്പൊ ഒപ്പോസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? നെന്മാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ എന്നുള്ളതിനെ റിലാക്സ് ചെയ്ത് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ വരരുത് എന്നുള്ള നിലയ്ക്ക് ചുരുക്കി. കാരണം അന്ന് അഭിഭാഷകൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു ഡ്രൈവറാണ്, അദ്ദേഹത്തിന് ഉപജീവനം വേണം, നെന്മാറ പഞ്ചായത്തിൽ ഒന്നും പറ്റില്ല. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി 4 പഞ്ചായത്തുകളുടെ പരിധിയിലുള്ളത് വലിയൊരു സ്റ്റേഷനാണ്. അപ്പൊ ആ പഞ്ചായത്തിന് എവിടെയും പോകാനാവുന്നില്ല എന്നതിന്റെ ഉപജീവനത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് 32 മാസം കഴിഞ്ഞിട്ട്. ഈ ജാമ്യാപേക്ഷ റിലാക്സ് ചെയ്തപ്പോ ഇന്ന് ഈ ക്രൈം നടക്കുന്ന സമയത്ത് ഏതാണ്ട് 2.5 കൊല്ലം 36 മാസം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോ ഇത്രയും കാലപരിധിക്കകത്ത്, ഒറിജിനൽ സംഭവം കഴിഞ്ഞ് 5 വർഷത്തെ കാലപരിധിക്കകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പക്ഷെ പെട്ടെന്ന് ഇതുപോലെ സംഭവം ഉണ്ടാവുകയാണ്. അല്ല, പെട്ടെന്നല്ല സാറേ, അല്ല പ്രമോദ്, ഇത് പെട്ടെന്നല്ല, ഇത് ഓൾ ഓഫ് എ സഡൻ അല്ല. ഇയാൾ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നു, ഇയാൾ കൊല്ലാൻ പോകുന്നു പറഞ്ഞു നടക്കുന്നു, ഇയാൾ കത്തിക്ക് മൂർച്ച കൂട്ടുന്നു, ഇയാൾ വടിവാൾ ശേഖരിച്ചു വെക്കുന്നു, നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു, ഇയാളുടെ മക്കൾ ഈ അഖില പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു, അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. പെട്ടെന്നുണ്ടാവുന്നതാണോ? അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ 2023 നെന്മാറ പോലീസിലെ ഉദ്യോഗസ്ഥൻ കാണിച്ച ജാഗ്രത 2025 അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വന്നത്. അതുകൊണ്ടായിരിക്കുന്നല്ലോ പോലീസ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ പ്രാദേശികമായി നടക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ മനോബലത്തിൽ വരുന്ന, അല്ലെങ്കിൽ നിഗമനങ്ങളിൽ വരുന്ന വീഴ്ചയോ, അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെന്റിൽ വരുന്ന പാകപ്പിഴയോ ആണ്. യഥാർത്ഥത്തിൽ ആ ഉദ്യോഗസ്ഥന് അർപ്പിതമായ ജോലി എന്ന് പറയുന്നത് തീർച്ചയായും പ്രോസിക്യൂട്ടറെ അറിയിച്ച് റിപ്പോർട്ട് കൊടുത്ത് ഇതിന്റെ ബെയിൽ ക്യാൻസലേഷന് വേണ്ടിയുള്ള നടപടിക്കാണ് ആദ്യം പോകേണ്ടത്. ഒരു ഭീഷണി അടിസ്ഥാനത്തിൽ ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്യാന്ന് വെച്ചാൽ ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്തപ്പോ നെന്മാറ പഞ്ചായത്തിൽ വരരുതെന്ന് പറഞ്ഞു. അദ്ദേഹം പഞ്ചായത്തിൽ വന്നു. പഞ്ചായത്തിൽ വന്ന് അവിടുത്തെ പരാതിയും വന്ന് അവരെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് പോലീസ് ഉദ്യോഗസ്ഥര് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടുന്ന നടപടിക്രമം അതായിരുന്നു. അത് ചെയ്യാതെ പോയത് കൊണ്ടാണ് പ്രതിക്ക് വീണ്ടും ആ പരിസരത്ത് എത്താൻ ഇടയായത് എന്നുള്ളതാണ് സാഹചര്യം. അവിടെ അതല്ലാതെ ആദ്യത്തെ ക്രൈമിൽ വന്നപ്പോ വീഴ്ച വരുത്തിയിട്ടില്ല. ആദ്യത്തെ ക്രൈമിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് നാൾവഴികളൊക്കെ പറഞ്ഞത്. വളരെ കൃത്യമായി തന്നെ അന്വേഷണം നടത്തി അദ്ദേഹത്തെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയും ചെയ്തു. ജാമ്യാപേക്ഷ സ്വാഭാവിക ജാമ്യം നിഷേധിച്ചു. അപ്പൊ അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് പിന്നെയും നീണ്ടുപോയത് നമ്മുടെ സംവിധാനങ്ങളിൽ വരുന്ന ഒരു പാകപ്പിഴയാണ്. ഒരു പോലീസ് ഉദ്യോഗത്തിന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ജുഡീഷ്യറിയിലും ഇത് സമയബദ്ധമായി ഈ വിഷയം ജുഡീഷ്യറിക്ക് പിഴവുണ്ടായിട്ടുണ്ട്. ഒരു തർക്കം അക്കാര്യത്തില്ല. അവിടെയും ട്രയൽ പൂർത്തീകരിക്കപ്പെടേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞത്. പിഴവെന്ന് വെച്ചാൽ അവിടുത്തെ സാഹചര്യങ്ങൾ പറയുന്നത്, കോടതി പറയുന്നത് പെൻഡൻസി കൂടുതലാണ്. അവിടെ പ്രോസിക്യൂട്ടർ വീഴ്ച പറഞ്ഞിട്ടില്ല, സ്റ്റേറ്റിന്റെ വീഴ്ച പറഞ്ഞിട്ടില്ല. ആ ഓർഡർ പരിശോധിച്ച് നോക്കൂ. ഇപ്പൊ കോവിഡ് സാഹചര്യങ്ങളിലൊക്കെ നമുക്കറിയാം, കോടതികൾ അടച്ചു കിടക്കുകയായിരുന്നു. ഏതാണ്ട് 1.5 വർഷത്തോളം കോടതികളിൽ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ നീങ്ങിയില്ല. മറ്റൊരു വിഷയമാണ് അത്, നമുക്ക് ചർച്ച ചെയ്യണം. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ മക്കൾ പോയി പറഞ്ഞിട്ട് പോലീസിന് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ സങ്കടമാണ്. പറയാൻ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അവിടെ പ്രോസിക്യൂഷന്റെ സർക്കാരിന്റെ വീഴ്ച ഉണ്ടായിട്ടില്ല. ഓക്കെ, ഒറ്റ മിനിറ്റ്, ഞാൻ ജോർജ് ജോസഫിലേക്ക് എത്തും മുമ്പ് ചെന്താമര പോത്തുണ്ടിയിൽ തന്നെ ഉണ്ടെന്ന് കേൾക്കുന്നു. നെന്മാറ പോത്തുണ്ടി മാട്ടായിൽ വെച്ച് ചെന്താമരെ കണ്ടു നാട്ടുകാർ പറയുന്നു. നാട്ടുകാരെ കണ്ട് പ്രതി ഓടി മറിഞ്ഞതായാണ് വിവരം. പോലീസും നാട്ടുകാരും പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്. പ്രദേശം പോലീസ് വളഞ്ഞു. ചെന്താമരെ തന്നെയാണ് കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതിക്കായി നാട്ടുകാർ സംഘടിച്ചിട്ടുണ്ട്. സൂരജ് സജി അവിടെയുണ്ട്. ഈ സ്ഥലത്താണ് സൂരജ് ഉള്ളത്. സൂരജ്, നാട്ടുകാർക്ക് ഉറപ്പുണ്ടോ ഈ ചെന്താമര തന്നെയാണ് അവിടെ കണ്ടതെന്നുള്ള കാര്യം? ഹാഷ്മി, ഇപ്പോൾ നാട്ടുകാർ തെരച്ചിൽ നടത്തുന്ന മേഖലയിലാണ് നമ്മൾ ഉള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. ഈ മാട്ടായിൽ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ഈ ചെന്താമരയുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ ഇവിടെ കണ്ടു എന്ന വിവരം പങ്കുവെക്കുന്നത്.
പിന്നീട് ഈ മേഖലയിൽ വ്യാപകമായ തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ അടക്കം വലിയ വിന്യാസം, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, പോലീസിന്റെ അടക്കം വലിയ വിന്യാസം ഈ മേഖലയിലുണ്ട്. പോലീസിനെ അടക്കം എത്തിച്ചുകൊണ്ട് ഈ മേഖലയിലാകെ ഇതൊരു മലയോര മേഖലയാണ്, പ്രത്യേകിച്ച് ഒരു മലയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസിനെ അടക്കം വലിയ രീതിയിൽ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ നടത്തുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, പോലീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നാട്ടുകാരുണ്ട്, എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ തിരച്ചിൽ അത് ഈ മേഖലയിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, ഈ മലയുടെ ഒരു രണ്ട് വശത്തു കൂടി ആളുകൾ തിരിഞ്ഞ് കയറാനുള്ള ഒരു ശ്രമമാണ്. അതായത് ഈ മല മൊത്തത്തിൽ വളഞ്ഞുകൊണ്ടൊരു തിരച്ചിൽ നടത്തുക, അത് തന്നെയാണ് ഹാഷ്മി ഇവർ ലക്ഷ്യം വച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരച്ചിൽ ഇന്നലെയും സമാനമായ ഒരു സാഹചര്യം, അതായത് ഈ ചെന്താമരയുടെ വീടിന് പുറകുവശത്തെ മലയിലും ഇതുപോലെ തന്നെ ഇന്നലെ ചെന്താമരയെ കണ്ടതായ ഒരു സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഒളിച്ചിരിക്കാൻ സമർത്ഥനാണ്. സൂരജ് ഈ ചെന്താമര ഒളിച്ചിരിക്കാൻ സമർത്ഥനാണെന്ന് കഴിഞ്ഞ കൊലപാതകത്തിൽ പോലീസ് പിടിക്കുമ്പോഴൊക്കെ ആ രീതിയിൽ കേൾക്കാൻ, ദിവസങ്ങളോളം മലയിൽ കഴിയാൻ ഇയാൾ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാട്ടിലോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മറവിലോ ഒക്കെ ഇയാൾ സമർത്ഥമായി ഒളിച്ചിരിക്കാൻ മിടുക്കനാണ്. നാട്ടുകാർ അത് കരുതി തന്നെയല്ലേ തിരയുന്നത് സൂരജ്? തീർച്ചയായും ഹാഷ്മി, അതായത് കഴിഞ്ഞ തവണ എല്ലാം തന്നെ ഈ പകൽ സമയത്തെല്ലാം തന്നെ ഈ കാടിനുള്ളിൽ ഒളിച്ചിരുന്ന ശേഷം രാത്രി പുറത്തിറങ്ങുന്നതായിരുന്നു ഈ ചെന്താമരയുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഈ കാടിനുള്ളിൽ ഒളിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് തന്നെയാണ് ഈ വലിയൊരു തെരച്ചിലിലേക്കൊക്കെ പോകാനായിട്ട് ഇടയാക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാട്ടുകാരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ മലയിലെല്ലാം വലിയ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പോലീസിന്റെ വിന്യാസം അടക്കമുണ്ട്. പക്ഷേ ഈ നാട്ടുകാർ പറയുന്നത് ഇവർ എത്തുമ്പോഴേക്കും ഉണ്ടായിരുന്ന ആൾ അത് ചെന്താമരയാണെന്ന് ഉറപ്പിക്കുന്നില്ല. എന്നാൽ പോലും ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഓടി മറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അതോടുകൂടിയാണ് പോലീസിനെ അടക്കം വിവരം കൈമാറുന്നത്. പോലീസിന്റെ എല്ലാം നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ നടത്തുന്നു. പക്ഷേ ഇതുവരെയും ഈ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ചെന്താമരയാണ് എന്ന സംശയം തന്നെയാണ് ഇപ്പോഴും ഈ യുവാക്കൾ പങ്കുവെക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമാക്കാം എന്നതാണ് നമ്മൾ കരുതുന്നത് ഹാഷ്മി. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇവരുടെ എല്ലാവരുടെയും തന്നെ പ്രതികരണം ലഭ്യമാകും. എന്തായാലും വലിയ തിരച്ചിൽ ഈ മേഖലയിൽ നടത്തുന്നു ഹാഷ്മി.